പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 28 മുതൽ. ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കേണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. മതി, കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൻ്റെ ഭാഗമാണ്. ചില വ്യക്തികൾ അനുഭവിക്കുന്ന അസാധാരണ വിടുതൽ, ചില വ്യക്തികൾ അനുഭവിക്കുന്ന അസാധാരണ കഷ്ടത. എന്നാൽ ഇതിന് നടുവിൽ ഉത്തരം ഒന്നേ ഉള്ളൂ. ഞാൻ അനുഭവിക്കുന്ന വിടുതലിൻ്റെ പുറകിലും, ഞാൻ അനുഭവിക്കുന്ന സൗഖ്യത്തിൻ്റെ പുറകിലും, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിലും ഒരുപോലെ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ഞാൻ കഷ്ടത സഹിക്കുന്നത് കൊണ്ട് എൻ്റെ ദൈവം പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ വിടുതൽ അനുഭവിച്ചത് കൊണ്ട് കഷ്ടത സഹിക്കുന്ന നീ പാപിയാണെന്നല്ല, ഒഴുക്കിയ കണ്ണുനീരിനാണ് കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഉറപ്പായി പറയണം, ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കൾക്ക് മാത്രമല്ല, ഞാൻ സഹിക്കുന്ന മുള്ളുകൾക്ക് പുറകിലും എൻ്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഈ സംഭവങ്ങൾ ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസന്റെ, ആ സഹോദരന്റെ ശരീരത്തിൽ സൗഖ്യമായി വ്യാപരിച്ചപ്പോൾ അതിഭീകരമായ വിധത്തിലുള്ള പീഡന താഠനമാണ് അവിടെ നടന്നത്. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം, ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവഭക്തന്മാർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകമാണ്, കർത്താവേ, സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇത് ആക്സിഡൻ്റ് അല്ല. എൻ്റെ പരിശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു. ആ വലത് കരം ദൈവമക്കൾക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ അനുഭവിക്കുന്ന പരിശോധനകളുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തിപ്പറ, എന്നെക്കുറിച്ച് ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു സത്യം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മുൻ നിയമനമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവത്തിൻ്റെ പുറകിൽ ചലിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, റോമാലേഖനം 8-ാം അധ്യായം വിശ്വാസ സമൂഹത്തിന് ഏറ്റവും ആനന്ദമുള്ള അധ്യായമാണ്. 1-ാമത്തെ ഭാഗം, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആ ബോധ്യം അകത്ത് തിളയ്ക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ആത്മാവിൽ ഉറപ്പായി പറയണം, ഞാൻ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. കാരണം നിന്നെ സമൃദ്ധിയിൽ ആറാടിപ്പിച്ച് പറുദീസ വിട്ട് നിത്യ നരകത്തിൽ എത്തിക്കുകയല്ല ദൈവത്തിൻ്റെ പദ്ധതി. നിന്നെ ഒരുക്കിയെടുത്ത് നിത്യതയിൽ എത്തിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ ഉറപ്പായി
ഉറപ്പായി പറയണം. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, സകലതും നന്മയ്ക്കെന്ന് ഈ പുസ്തകം പറയുന്നില്ല. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് മാത്രമേ ഈ പുസ്തകം പറയുന്നുള്ളൂ. നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ ആ തിന്മയെ ചേർത്ത് വെച്ചിട്ട് ഒടുവിൽ നന്മയാക്കി മാറ്റുന്ന ഒരു കരമാണ് ഈ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഇന്ന് എനിക്കിത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവത്തെ സേവിക്കുന്ന എനിക്ക് ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി ഇത് പരിണമിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് രാത്രി ഇവിടുന്ന് ദൈവമക്കളോട് ചോദിക്കട്ടെ, സകലതും നന്മയ്ക്കാണോ? അല്ല, സകലതും നന്മയ്ക്കല്ല. അത് തിന്മ തന്നെയാണ്. ചില കാര്യങ്ങൾ അതിൽ തന്നെ തിന്മ തന്നെയാണ്. ജോസേഫേ, പൊത്തിപ്പേറിൻ്റെ വീടും ചെയ്യാത്ത കുറ്റത്തിൻ്റെ ദുരാരോപണങ്ങളും, സ്തോത്രം, തുണിത്തുണ്ടുയർത്തിയ തെളിവും അപമാനിക്കപ്പെട്ട് തല താഴ്ത്തിയതും എല്ലാം അതിൽ തന്നെ നന്മയാണോ? അല്ല, അതിൽ തന്നെ തിന്മയാണ്. എന്നാൽ സഹോദരന്മാർ ഒഴുക്കിയ പൊട്ടക്കുഴിക്കകത്തുകൂടെ, അവർ തയ്യാറാക്കിയ പദ്ധതികളുടെ ഇടയിലൂടെ, പൊത്തിപ്പേറിൻ്റെ ഭാര്യ വിരിച്ച കണികൾക്ക് നടുവിലൂടെ, ആ കാരാഗ്രഹത്തിനകത്തുകൂടെ സിംഹാസനത്തിലേക്ക് ഒരു വഴി വെട്ടിത്തെളിച്ച ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെങ്കിൽ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന തിന്മകളുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു. ആ ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയണം, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, വാക്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പറയണം ആ വേദഭാഗം. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം നിന്നെ ഈ ഭൂമിയിൽ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് തല കുമ്പിട്ട് സ്തോത്രം ചെയ്യാതെ മൗനമായിരുന്നു മടങ്ങുകയല്ല ചെയ്യേണ്ടത്. വിളിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി അസാധാരണ ആത്മധൈര്യം സിരകളിൽ വ്യാപരിക്കുന്ന ബോധ്യത്തോടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയണം, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എൻ്റെ നന്മയ്ക്കായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, മുന്നറിവ് എവിടെ തുടങ്ങിയതാണ്? മുൻ നിയമനം എവിടെ തുടങ്ങിയതാണ്? വിളി എവിടെ ആരംഭിച്ചതാണ്? ദൈവത്തിന് സ്തോത്രം. നീതീകരണം എങ്ങനെ സംഭവിച്ചതാണ്? തേജസ്കരണം എപ്പോൾ നടക്കുന്നതാണ്? എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ചെവി തുറന്ന് കേൾക്കണേ. ഇന്ന് ഉയർന്നു നിൽക്കുന്ന സകല ദുരുപദേശങ്ങളുടെ കുത്തൊഴുക്കുകൾക്ക് നടുവിൽ ഭൗതിക നേട്ടങ്ങളെ കച്ചവടവൽക്കരിക്കുന്ന ആത്മീയത തുടികൊട്ടുന്ന പശ്ചാത്തലത്തിൽ ഈ വചനം ഉറപ്പായി വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ഇവിടെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇന്നലെ തുടങ്ങിയതല്ല, എൻ്റെ ദൈവത്തിൻ്റെ അനാദി പദ്ധതിയിൽ ആരംഭിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം, ഈ 5 കൂട്ടം കാര്യം കൂടപ്പിറപ്പേ നിന്നെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഒന്നുകൂടെ ഞാൻ പറയാം. മുന്നറിവ്, മുൻനിർണയം, വിളി, നീതീകരണം, തേജസ്കരണം, ഈ 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ദൈവം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ചത്. മുന്നറിവ്. എന്താ മുന്നറിവ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. നാം അവൻ്റെ സന്നിധിയിൽ
വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അത് വിശ്വസിക്കുന്നവർ, യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പ് പ്രാപിച്ചവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, എൻ്റെ ദൈവം എന്നെ ഇന്നലെ കണ്ടതല്ല. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. എന്നെ എൻ്റെ തമ്പുരാൻ ചിട്ടിക്കെടുത്തതല്ല, എന്നെ എൻ്റെ ദൈവം പാട്ടത്തിന് പിടിച്ചതല്ല, എന്നെ എൻ്റെ ദൈവം ഒറ്റയ്ക്ക് പിടിച്ചതല്ല, എൻ്റെ ദൈവം എനിക്ക് വഴിയിൽ നിന്ന് തമ്പുരാൻ എന്നെ കളഞ്ഞു കിട്ടിയതല്ല. ലോകസ്ഥാപനത്തിന് മുൻപേ ഈ സാധുവായ എന്നെ നിത്യതയ്ക്കായി പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ ഇന്ന് രാത്രി സകല പൈശാചിക വേതാള ശക്തികളും കേൾക്കെ ആരാധിക്കുന്ന നീ ആത്മാവിൽ പറയണം, എൻ്റെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് ഇന്നലത്തെ ആലയത്തിൽ വന്ന് മുട്ടുമടക്കിയപ്പോഴല്ല. ഈ ഭൂമിക്ക് എൻ്റെ ദൈവം വൃത്തം വരയ്ക്കുന്നതിന് മുൻപ് ആ പുരാതനകാല നിത്യതയിൽ. ഗ്ലോറി, ഹല്ലേലൂയ. പണ്ടത്തെ ഭക്തന്മാരുടെ പാട്ടൊക്കെ അതിന് പ്രാധാന്യം നൽകിയതായിരുന്നു അല്ലേ? നിങ്ങൾ ചിന്തിച്ച അന്ന് ആത്മാവിൽ ആരാധിച്ച സമയം അകം കത്തി നിത്യതയുടെ ദർശനത്തിലായിരുന്നു. അതായിരുന്നു ആത്യന്തിക ലക്ഷ്യം. ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം, ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം, ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം. ഈഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം, ഈഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. ബാക്കി കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ, കാണും മോക്ഷപുരേ താതൻ ചാരേ. ആ പാട്ട് അതൊക്കെ ഭക്തന്മാർ പാടി ആരാധിച്ചതല്ലേ? സ്തോത്രം. എത്ര ശക്തമായ ഒരു ആരാധനയിൽ ഉപയോഗിച്ചു. വിടുമില്ലാരുമില്ലൊന്നുമില്ലീ ലോകത്തിൽ നമുക്കൻ ഓർക്കുക നീ, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു. ആ കരമൊന്ന് ഉയർത്തി പാടാമോ? ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ, വിശ്രമവാസത്തിൽ ആകുമോ നാം. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആ ഭക്തന്മാരുടെ പാട്ടിന്റെ ട്യൂൺ മനസ്സിലാക്കിയില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്താ അവരുടെ ആത്യന്തിക ലക്ഷ്യം? നിത്യതയാണ് അല്ലേ? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി വാ തുറന്നെന്ന് പറഞ്ഞേ, ആത്യന്തിക ലക്ഷ്യം നിത്യതയാണ്. ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, എൻ്റെ അകത്തും എൻ്റെ സിരകളിലും തിളയ്ക്കുന്നത് ആ നിത്യതയുടെ സൗന്ദര്യമാണ്. സ്തോത്രം. ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ, ലോകസുഖ സൗകര്യങ്ങൾ. ഗ്ലോറി. ഞാനിന്ന് രാത്രി പറയട്ടെ, ശരിക്കും ആത്മലോകത്തിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ അപകടാവസ്ഥ, നമുക്ക് താളം കൊണ്ട് പാട്ടിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അത് വലിയൊരു അപകടമാണ്. ഭക്തന്മാർ പാടിയ ഈ പാട്ടുകളും നമ്മുടെ ജീവിതാനുഭവവും തമ്മിൽ ഇന്ന് യാഥാർത്ഥ്യത്തിൽ ഒരു ബന്ധവുമില്ല. കാരണം ആവർത്തിക്കുന്ന ഏത് കാര്യത്തെയും ഉപബോധ മനസ്സേറ്റെടുക്കും. ഉപബോധ മനസ്സേറ്റെടുത്താൽ ബോധപൂർവമുള്ള യാതൊന്നും ആവശ്യമില്ല. ഉപബോധ മനസ്സിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും അത്. ആദ്യമായി ഡ്രൈവിങ് പഠിച്ച രംഗം ഓർമ്മയുണ്ടോ? സ്റ്റിയറിങ് അങ്ങോട്ട് കയ്യിൽ കിട്ടിയ ആദ്യത്തെ സമയം, സീറ്റിലോട്ട് കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ സമയം കണ്ണ് നേരെ താക്കോൽ പഴുതിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞു. പിന്നെ ബ്രേക്ക് ചെയ്യാനോ ആക്സിലേറ്റർ എടുക്കാനോ ക്ലച്ച് എടുക്കാനോ ഒക്കെ ആ കാലയിലോട്ട് ഓടി നടന്നു കണ്ണ്. പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ണ് അവിടെ എത്തിക്കഴിഞ്ഞു. മുൻപിൽ പോയി, പുറകിൽ പോയി, താഴെ പോയി, മുൻപിൽ പോയി. അങ്ങനെ വളരെ ശ്രദ്ധിച്ചായിരുന്നു ആദ്യം വണ്ടി ഓടിച്ചത്.
കുറച്ച് ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ സീറ്റിലോട്ട് കയറിയിരുന്ന് കഴിഞ്ഞാൽ ഏത് കയറ്റം കയറണം, ഏത് ഇറക്കം ഇറങ്ങി വരണം, ഏത് ഗിയർ ചേഞ്ച് ചെയ്യണം, ഇതിനൊന്നും ബോധമനസ്സിൻ്റെ ആവശ്യമില്ല. ഉപബോധ മനസ്സ് കാര്യമേറ്റു കഴിയും. സ്തോത്രം. അപ്പോൾ ആവർത്തിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒരു കയ്യിൽ ഫോണും പിടിച്ച് ചെവിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയം ഇന്ന കയറ്റത്തിൽ ഇന്ന ഗിയർ ചേഞ്ച് ചെയ്യണമെന്നൊന്നും മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട. ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ ഉപബോധ മനസ്സ് ഏറ്റെടുത്തതിനാൽ ബോധ മനസ്സിൻ്റെ ബന്ധം ആ വിഷയത്തിലില്ല. ഇല്ലേ? ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? പാടാൻ വരുമ്പോൾ നമ്മൾ പാടും എന്താ? ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ. ഉപബോധ മനസ്സ് ഏറ്റെടുത്ത ആവർത്തനമാണ്. യഥാർത്ഥത്തിൽ അകം കത്തുന്നില്ലിതിൽ. എന്നാൽ ഇന്ന് രാത്രി ദർശനം പ്രാപിച്ച പഴമയുടെ കാഴ്ചപ്പാട് വിടാത്ത ഒരുപറ്റം ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവർ പറയും, എൻ്റെ ദർശന ഉപബോധ മനസ്സ് ഏറ്റെടുത്തിട്ട് ഞാൻ ആവർത്തിക്കുകയല്ല. ഇന്ന് രാത്രി അസാധാരണ ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നു. എനിക്കറിയാം എൻ്റെ നിത്യതയാണ് എനിക്ക് വലുത്. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് അനാദി നിർണയത്തിൽ പ്ലാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സഹോദരിമാർ മീൻകറി വെക്കും. സഹോദരിമാർ മീൻകറി വെക്കുമ്പോൾ സാധാരണ ഭർത്താവും പിള്ളേരും മാത്രമേ ഉള്ളെങ്കിൽ വയ്ക്കുന്ന മീൻകറിയും, എന്നാൽ ഇന്ന് ബന്ധുക്കാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന മീൻകറിക്കും ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് ആവർത്തിച്ച് ചെയ്ത് ഉപബോധ മനസ്സ് ഏറ്റെടുത്ത ഒരു പരുവത്തിലെ മീൻകറിയാണ്. മറ്റേത് വളരെ സൂക്ഷ്മതയോടെ ആലോചിച്ച് ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു വസ്തുത പറയാം. ആവർത്തന വിരസത കൊണ്ട് ഒഴുക്ക് നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് അഭിനയമല്ല ആത്മീയത. ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനം ഉറപ്പായി പറയുന്നെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കുന്നു. ഇത് തിന്മയായി തീരില്ല. ഒടുവിൽ എൻ്റെ ദൈവം ഇത് നന്മയ്ക്കായി പരിണമിപ്പിക്കും. അതിൽ തന്നെ പലതും തിന്മ തന്നെയാ പ്രിയരെ, അതിൽ തന്നെ തിന്മയാ. നമുക്കറിയാം, മുൻപേ ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. മീൻകറിക്കകത്ത് പുരുഷന്മാരായ ഞങ്ങളും ഗതികെട്ടാൽ പുല്ലും തിന്നും എന്ന് പറഞ്ഞതുപോലെ അത്യാവശ്യത്തിന് മീൻകറി വയ്ക്കും, അല്ലേ? എന്തൊക്കെയുണ്ട് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്നറിയാമോ? എന്തൊക്കെയുണ്ട് മീൻകറിക്കകത്ത്? നമ്മുടെ മധ്യ തിരുവിതാംകൂർ ഈ പരിസരങ്ങളിലൊക്കെയുള്ള മീൻകറിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ട്? മുളക് പൊടിയുണ്ട്, ഇഞ്ചിയുണ്ട്, ഇല്ലേ? സ്തോത്രം. വെളുത്തുള്ളിയുണ്ട്, ഒഴിവാക്കാനേ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, കുറച്ച് വെളുത്തുള്ളി വായിലിട്ട് പച്ചയ്ക്ക് ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കാവുന്നവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? കുറച്ച് മുളക് പൊടി അലുവ കഴിക്കുന്നത് പോലെ ഇടയ്ക്ക് വായിലിട്ട് ഞൊണഞ്ഞ് കഴിക്കാവുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഇതിനകത്ത് ചേരുവകൾ കൊടുത്തിരിക്കുന്നതൊന്നും തന്നെ അതിൽ രുചികരമല്ല. എന്നാൽ ഇത് അനുപാതത്തിൽ ഒരു പാത്രത്തിൽ യോജിച്ച് അതിനകത്ത് മീൻ കഷണവുമായി അനുപാതത്തിലെ വെള്ളം കൂടെ ചേർന്ന് വെന്തിച്ചാറ് കുറുകി കഴിയുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന് പറയുന്നത് പോലെ ഒരു പരിവർത്തനം അടുപ്പിനകത്ത് നടക്കുന്നത് പോലെ ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന ശോധനയ്ക്കകത്തേക്ക് എൻ്റെ ദൈവത്തിൻ്റെ പ്രോസസ്സിങ് അനുവദിച്ചു കഴിയുമ്പോൾ ഇത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവം ഒടുവിലത്തെ അധ്യായത്തിൽ അത് നന്മയാക്കി മാറ്റും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, എൻ്റെ ദൈവത്തിൻ്റെ അനാദി നിർണയം എൻ്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നത് കൊണ്ട് ഈ രാത്രി ഇത് തിന്മയാണെങ്കിലും അവസാനത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റാൻ തുടങ്ങുന്ന രാത്രിയാണ്. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി, മേഘം പോലെ ദൈവത്തിന്റെ തേജസ് ഈ ഓഡിറ്റോറിയത്തെ മൂടി നിൽക്കുന്ന രാത്രി, നിന്റെ ആത്മദർശനത്തെ ബന്ധിച്ച് നിന്നെ ദൈവം കൈവിട്ടെന്ന് പറയത്തക്ക വിധത്തിൽ നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്നത് ശാപത്തിന്റെ കെട്ടുകളാണ് എന്ന് വരുത്തി തീർക്കത്തക്ക വിധത്തിൽ വാദിക്കുന്ന ആധിപത്യങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ മുറിച്ചു മാറ്റിയിട്ട് ഇരിക്കുന്ന ഈ ശബ്ദമുയർത്തി പറയണം, എൻ്റെ ദൈവം എനിക്ക് തിന്മയ്ക്കാക്കില്ല. ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഈ ബോധ്യമുള്ള ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രത്തോടെ പറയണം, എൻ്റെ ദൈവം ഇത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. സ്തോത്രം. ഞാൻ ഈ രാത്രി പറയാം, ദാവീദിന്റെ
കഷ്ടതയുടെ പുറകിൽ വ്യാപരിച്ച അനുഗ്രഹവും ശലോമോന്റെ സമൃദ്ധിയുടെ പുറകിൽ വ്യാപരിച്ച പൈശാചിക ചതിവുമുണ്ട്. അനുവദിച്ചിരിക്കുന്ന സമൃദ്ധിയുടെ പുറകിൽ പിശാചിന്റെ കണി സാത്താൻ ഒളിച്ചു വച്ചിരിക്കുമ്പോൾ എനിക്ക് അനുവദിച്ച പരിശോധനയുടെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതി ഒളിച്ചിരിക്കുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി തല കുമ്പിട്ടിരുന്ന് നിരാശപ്പെട്ട് എഴുന്നേറ്റ് പോകേണ്ടവളല്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പറയണം, ഞാൻ സഹിക്കുന്ന ഈ ശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം മറഞ്ഞിരിക്കുന്നു. ഇന്ന് എനിക്കത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവം ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഈ വചനം ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികൾക്ക് നേരെ ആത്മാവിൽ വിരൽ ചൂണ്ടി പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ വിവേചിക്കുകയാണ്. ഈ യോഗത്തിന് വരാൻ കഥകടച്ച് വീട്ടിൽ നിന്ന് പുസ്തകവുമായി പുറത്തിറങ്ങിയപ്പോഴും നിന്റെ ഉള്ളിൽ കത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു അസാധാരണ ദൈവ സാന്നിധ്യം നിന്റെ മേൽ മേഘം പോലെ ഇന്ന് രാത്രി മൂടുകയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ് ആരാധിക്കുന്ന നിന്റെ ശരീരത്തിന്റെ സിരകളുടെ മേൽ പരിശുദ്ധാത്മ പകർന്നിട്ട് പറയുന്നു, ഇല്ല, സംഭവിക്കണമെന്ന് എന്റെ ദൈവം മുൻനിർണയിച്ചത് മാത്രമേ നിന്റെ ആയുസ്സിൽ സംഭവിക്കൂ. ഇതിന്റെ പുറകിൽ മനുഷ്യന്റെ കരമല്ല. ഗ്ലോറി 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 ഗ്ലോറി. സ്തോത്രം പറയാൻ എത്ര പ്രിയപ്പെട്ടവരുടെ നാവുകൾ ചലിക്കും. സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ നാവുകൾ ചലിക്കും. എൻ്റെ ദൈവം നിനക്ക് അനുവദിച്ചിരിക്കുന്ന ശോധനയുടെ പുറകിൽ ഒരു കരം ഉയർന്നു നിൽക്കുന്നത് ആത്മാവിൽ കാണുന്നുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു ദൈവത്തെ ആരാധിക്കണം. നീ അനുഭവിക്കുന്ന ചില പരിശോധനകളുടെ മേൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ പുസ്തകത്തിനകത്ത് ഭക്തന്മാരുടെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിക്ക്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വേദപുസ്തക ചരിത്രത്തിൽ ആദാം കഴിഞ്ഞാൽ ദൈവത്തെ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് 40 വർഷം 30 ലക്ഷം ജനത്തിന് ട്രാൻസ്ഫർ ഇല്ലാത്ത പാസ്റ്ററായിരുന്ന മോശെ ഉപദേശി മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആദം കഴിഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, മഹാദൈവത്തെ ആദമിനെ പോലെ കണ്ടവരാരുമില്ല. സർവശക്തൻ തൻ്റെ കരുത്തുറ്റ കരങ്കുലികളിൽ കരുതിക്കൂട്ടി കളിമണ്ണിൽ കൈക്രിയ നടത്തി ആദം എന്ന രൂപത്തെ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യ ജന്മമല്ലായിരുന്നു, അത് അസാധാരണമായ യൗവന ജന്മമായിരുന്നു. ആ മൺബൊമ്മ കൺകുളിർക്ക കാണത്തക്ക വിധം ആ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം ജീവശ്വാസം എന്ന് ഊതിക്കഴിഞ്ഞപ്പോൾ അവൻ കണ്ണിമ വെട്ടി ആദ്യം തുറന്ന് കണ്ടത് അവൻ്റെ ദൈവത്തെയാണ്. സ്തോത്രം. എല്ലാ വൈകിട്ടുകളും ഒരുമിച്ച് കൈകോർത്ത് നടക്കത്തക്ക വിധം ഏദനിൽ അവിടുത്തെ സാന്നിധ്യം നേരിട്ടറിഞ്ഞവനാണ് ആദം. എന്നാൽ ആദം കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നേരിട്ട് കാണുക മാത്രമല്ല, നിങ്ങൾക്കറിയാം, 1.5 മൈൽ ആഴവും 2 മൈൽ വീതിയുമുള്ള അത് ചെങ്കടലിന്റെ മുൻപിൽ ഒരു കാട്ടുവടി നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ യോർദാൻ 2ആയി മുറിഞ്ഞു മാറത്തക്ക വിധം വ്യാപരിച്ച ദൈവശക്തി സാധാരണ ദൈവശക്തിയല്ല. ഉറക്കം തൂങ്ങികൾക്ക് ഇത് മനസ്സിലാകില്ല. അകത്ത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം, അവിടെ പെയ്തിറങ്ങിയത് അസാധാരണ ദൈവശക്തിയാണ്. എതിരെ വിമർശനത്തിന് കരമുയർത്തിയ കോരഹ്, നാദാം, അബീരാം, ഓൻ എന്നിവരെ ഭൂമിയെ കൊണ്ട് വായ് പിളർത്തി വിഴുക്കിച്ച സമയം വ്യാപരിച്ച ദൈവശക്തി അസാധാരണമാണ്. കരങ്ങളൊന്ന് ഉയർത്തി കഴിഞ്ഞപ്പോൾ ദൈവശക്തി വ്യാപരിച്ചിറങ്ങിയിട്ട് യോശുവയുടെ കരത്തിന്റെ പുറകിൽ ശത്രുക്കളെ സംഹരിക്കാൻ ബലമുയർന്നത് അസാധാരണ ദൈവശക്തിയാണ്. എന്നാൽ ഈ ദൈവദാസൻ പർവ്വതത്തിന് മുകളിൽ ചെന്ന് കവിണങ്ങോട്ട് വീണിട്ട് പറഞ്ഞെന്നറിയാമോ, എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ എന്ന് പറഞ്ഞാൽ, ദൈവമേ മതി, ആത്മഹത്യ ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിലും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ജീവൻ എടുക്കണം. ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കണമെന്ന് നിന്റെ ആയുസ്സിൽ ദൈവം നിർണയിച്ച ചില കാര്യങ്ങൾ അസാധാരണ ശോധനകളായി സംഭവിക്കുമ്പോൾ
നിന്റെ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ അധരം ചലിപ്പിക്കരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പറയണം, ഇത് പരിണമിപ്പിക്കാൻ പോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ തുടങ്ങുകയാണ്. ഈ ദൂത് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തരുന്ന നിയോഗം ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവത്തിൻ്റെ ദാസൻ ദാവീദ് പറഞ്ഞ വാക്കുകൾ അഭിഷിക്തന്മാരിൽ ചിലരോട് ദൈവാത്മാവ് പറയുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. കൊടും ചതിക്ക് നടുവിൽ ഈ കർത്തൃദാസൻ വാവിട്ടലറിയില്ലേ, അബ്ബ പിതാവ് ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. സ്വന്തം പിതാവിന് നേരെ കൂട്ടുകെട്ടുണ്ടാക്കി ഒരു കൊടുങ്കാറ്റ് പോലെ മകൻ അടുക്കുമ്പോൾ കൊട്ടാരം വിട്ട് നമ്മുടെ രക്ഷകനെ പോലെ ഒലിവുമലയുടെ കയറ്റം കയറി തലയിൽ തലമൂടാതെ അത് ചെരുപ്പിടാതെ അലറി കരഞ്ഞുകൊണ്ട് ഈ കർത്തൃദാസൻ കരഞ്ഞുയരുകയല്ലേ. എന്നാൽ ഇതെന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? ഈ ദൂതിന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, അവനാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, നിങ്ങളുടെ ജീവന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിനക്കെതിരെ കരുതിക്കൂട്ടി കരുനീക്കങ്ങളുമായി അടുത്തു വരുന്ന വ്യക്തികളുടെ ജീവിതത്തെ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിച്ചു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് അവൻ യാത്ര ചെയ്ത കോവർ കഴുതയെ, അവൻ കുതിരയെ എൻ്റെ ദൈവം ആരാച്ചാരാക്കി മാറ്റി. അവൻ്റെ തലയിലെ തലമുടിയെ എൻ്റെ ദൈവം തൂക്കുകയറാക്കി മാറ്റി. അവൻ്റെ മുൻപിൽ ഉയർന്നുന്ന ആ കരിവേലകത്തെ എൻ്റെ ദൈവം കുലമരമാക്കി മാറ്റി. വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ മണിക്കൂറുകൾ ആവശ്യമില്ല. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ കരം പ്രതികൂലത്തിനകത്ത് ഇറങ്ങി വന്ന് ഇടപെടും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തിപ്പറ. ഈ കയ്പ് തിന്മയ്ക്കല്ല, ഇത് ഒടുവിലത്തെ സമയം നന്മയ്ക്കായി വ്യാപരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, സാധാരണ നിലയിൽ ശവമടക്കിന് നടുവിൽ കൗമാരക്കാരായ കുഞ്ഞുങ്ങളുള്ള അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാരോട് ബന്ധപ്പെട്ടാണ് നടക്കുന്ന ശവമടക്കെങ്കിൽ, ആ ശവമടക്കിന് മുൻപിൽ കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെ ഭർത്താക്കന്മാരാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ, ആ മരണസമയം അവസാനം ഒരു അലറിക്കരച്ചിലുണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആ അലറിക്കരച്ചിൽ. ആ അലറിക്കരച്ചിലിന് നടുവിൽ ആ യൗവനക്കാരായ അമ്മമാര് ഈ പെൺകുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങളുടെ മുൻപിൽ കാട്ടുന്ന ചില വിക്രിയകളുണ്ട്. നമ്മളത് സ്ഥിരം കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ചില ശവസംസ്കാര സന്ദർഭങ്ങളിൽ വിങ്ങിപ്പൊട്ടിപ്പോകും മനസ്സുകൊണ്ട്. കാരണം എന്നറിയാമോ, ഈ അമ്മമാര് ഒക്കത്തിരിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു രംഗമുണ്ട്. മുഖം മൂടാൻ പറയുമ്പോൾ ബന്ധപ്പെട്ടവരാരെങ്കിലും മുഖം മൂടും. മൂടുന്ന സമയത്ത് അലറിക്കരയുന്ന അമ്മമാർ ഈ ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് സമനില തെറ്റി അലറും. സ്തോത്രം. ഞാൻ കണ്ടിട്ടുള്ള, കഴിഞ്ഞ ദിവസവും കണ്ടൊരു സംഭവം ഞാൻ പറയട്ടെ. എന്തിനാ അമ്മമാർ ഈ ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് അലറുന്നറിയാമോ? ആ അമ്മ പറയാ, മോനെ, എൻ്റെ ഭർത്താവ് പോയി, മക്കളെ ഞാൻ വിധവയാണ്, സഹിക്കാൻ വയ്യ. എന്നാൽ ഞാൻ അനാഥയല്ല, എന്നെ നോക്കാൻ കാലത്തിൻ്റെ ചക്രത്തിരിവിൽ നീയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാം. മക്കൾ, ഭർത്താവ് ഈ ബന്ധങ്ങളിൽ ശ്രദ്ധിച്ചാൽ, ഭർത്താവിൻ്റെ ഡെഡ് ബോഡി പുറത്തു പോയപ്പോൾ വിചാരിച്ചു എൻ്റെ ആൺമക്കൾ ഉണ്ടല്ലോ തുണയായിട്ട്. പക്ഷേ രണ്ടാൺമക്കളുടെ ഡെഡ് ബോഡി കൂടെ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ആ സാധു അമ്മ നവോമി അലറിപ്പറഞ്ഞു, നിങ്ങളെന്നെ മാറാ എന്ന് വിളിപ്പീൻ, അത്യുന്നതനെങ്കിൽ അത്യന്തം കയ്പായത് ചെയ്തിരിക്കുന്നു. തീർന്നു, ഇനിയും ഈ കുടുംബം തലപൊക്കില്ല. ഞാൻ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായി ജീവിതത്തിന് നേരെ ഉയർന്ന കൊടുങ്കാറ്റുകൾക്ക് മുൻപിൽ നിന്റെ കുടുംബം ഇനി ഒരിക്കലും തല ഉയർത്തില്ല. ഇത് കരപറ്റില്ല, ഇത് തറപറ്റുകയേ ഉള്ളൂ എന്ന് ആരൊക്കെ വിധി എഴുതിയാലും ദൈവമാണ് അനുവദിച്ചതെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു രൂത്തിനെ രംഗത്ത് കൊണ്ടുവന്ന്
ശൽമോന് രംഗപ്രവേശനം നൽകി. ദാവീദിന്റെ വല്യമ്മച്ചി പദം അലങ്കരിച്ചുകൊണ്ട് ആ ജീനിയോളജിയെ പണതെടുത്ത ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന കർത്താവെങ്കിൽ, നീ ഇന്ന് രാത്രി കടന്നു പോകുന്ന ശോധനയ്ക്ക് പുറകിൽ നിന്റെ ദൈവത്തിന്റെ കരം ചലിച്ചാൽ ഇതുവരെ കാണാത്ത ഒരു അധ്യായം പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ തുടങ്ങുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ശോധനകളുടെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഇത് തിന്മയ്ക്കല്ല, ഇത് ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയ്ക്കായി തന്നെ പരിണമിക്കും. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഈ യോഗത്തിനകത്ത് ഇറങ്ങി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങളിൽ സ്തോത്രത്തോടെ ശബ്ദമുയർത്തിയിട്ട് പറയണം, സംഭവിക്കുവാൻ എൻ്റെ ദൈവം മുൻനിർണയിച്ച പദ്ധതി അല്ലാതെ എൻ്റെ ജീവിതത്തിൽ തിന്മയ്ക്ക് സംഭവിക്കില്ല. ഇതിന്റെ പുറകിൽ എൻ്റെ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന ബന്ധനങ്ങളുടെ മേൽ ആത്മമണ്ഡലത്തിൽ രാത്രി ഒരു ജയമെടുക്കുന്ന രാത്രിയാണ്. ഓ രക്തത്താൽ ജയം, ദൈവ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് രാത്രി നിന്റെ മനോമണ്ഡലത്തെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രിയും ആധിപത്യം പുലർത്തിയിട്ട് പലപ്പോഴും ആത്മഹത്യ കൊതിക്കത്തക്ക വിധം മനസ്സിന്മേൽ വ്യാപരിക്കുന്ന ആ ഡിപ്രഷന്റെ സ്പിരിറ്റിനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിൽ ബന്ധിച്ച് കൃപ ലഭിച്ച ഒരുപറ്റം ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണ ദൈവശക്തി മെഡിക്കൽ കോളേജിന് കഴിയാത്തത്, സൈക്കാട്രിസ്റ്റിന് കഴിയാത്തത്, മാനസിക ഗുളികകൾക്ക് കഴിയാത്തത്, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് യേശുവിന്റെ കരത്താൽ നിന്റെ വിഷയത്തിൽ ഇന്ന് രാത്രി ആ നിരാശകളെ കാറ്റിൽ പറത്തി എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, കാൽവറി ക്രൂശിൽ സംഭവിച്ചത് സംഭവിക്കാൻ എൻ്റെ ദൈവത്തിന്റെ മുൻനിർണയമാണെങ്കിൽ എൻ്റെ ശോധനയ്ക്ക് പുറകിൽ എൻ്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഗ്ലോറി ഹല്ലേലൂയ. എസ്തേറേ, നിന്റെ കൂട്ടത്തിലുള്ള അനേക കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പം തുള്ളിച്ചാടിയപ്പോ നീ മാത്രമെന്താ ബാല്യത്തിൽ അനാഥയായത്? നീ അനാഥയായെങ്കിലേ നീ മൊർദെഖായിയുടെ പരിചരണയിലെത്തൂ. അവൻ്റെ പരിചരണയിലെത്തിയെങ്കിലേ അഹശ്വേരോശിന്റെ ഭാര്യയാകൂ. അവൻ്റെ ഭാര്യയായെങ്കിലേ ഹാമാന്റെ കഴുത്തിൽ കഴുകുമരം കയറൂ. അവൻ്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ. നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുത്തിരിയുന്നതിന് മുൻപ് എൻ്റെ ദൈവം നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പദ്ധതികൾ നിവർത്തിയാകാൻ ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന ചില ശോധനകൾ എൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കണം. അതിന് നടുവിൽ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഉറപ്പോടെ പറയണം, ഇല്ല, ഞാൻ ചൂരച്ചെടി തണൽ തേടി മരണം കൊതിക്കില്ല. അസാധാരണ ധൈര്യത്തോടെ വിളിച്ചു പറയും, ഈ ശോധന സാധാരണ ശോധനയല്ല, സംഭവിക്കണമെന്ന് എൻ്റെ ദൈവം നിർണയിച്ചതാണെങ്കിൽ ഇതിൽ നിന്ന് കരുത്തോടെ പുറത്തു വരാൻ ഒരു പ്രത്യേക ബലം എൻ്റെ മേലിന്റെ ദൈവം ഇന്ന് രാത്രി പകരുന്ന രാത്രിയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ അസാധാരണമായി മാനസിക കരുത്തുകൊണ്ടും ശാരീരിക കരുത്തുകൊണ്ടും മുൻപിൽ നിന്നയാളാണ് ഏലിയാവെന്ന് ഓർക്കണം. ഏലിയാവിൻ്റെ കരുത്തിനെ കുറിച്ച് വിശകലനം ചെയ്യുന്നില്ല, എന്നാൽ ഓർക്കണം മനോബലം എങ്ങനെയുണ്ടായിരുന്നു. വേട്ടപ്പട്ടികൾ പോലെ കാവൽ നിൽക്കുന്ന കരിമ്പൂച്ചകളെ ഭയപ്പെടാതെ ഒരു കൊടുങ്കാറ്റ് പോലെ രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് അവൻ്റെ മുഖത്ത് ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറയണമെങ്കിൽ സാധാരണ കരുത്തല്ല, അസാധാരണ മനോബലമാണ്. മനസ്സിൻ്റെ ബലം ചോർന്നാൽ പിന്നെ മറ്റെല്ലാം തകിടം മറിയും. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ടവനെ കുറിച്ച് അറിഞ്ഞത് ഈ കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. രാവിലെ സമയം താൻ ജോലിക്ക് പോകുന്നതിന് ഷെയ്വ് ചെയ്തുകൊണ്ടിരിക്കുക, അറിയാതെ ബ്ലേഡ് കയറി ഒരു കാരയിൽ ഉടക്കി ഇച്ചിരി ചോര വന്നു. ഓടിച്ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ഡീ ചോര. സ്തോത്രം. ഈ സമയത്ത് ആശ്വസിപ്പിക്കുന്ന ശൈലിയിൽ പ്രതികരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 8:30 ബസ് വരുന്നത് കൊണ്ട് സ്കൂൾ കുട്ടികളെ 2 എണ്ണത്തെ ഒരുക്കി വിടാൻ ആ അമ്മ അടുക്കളയിൽ മല്ലയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 കൈയും കൂടെ ഏണത്ത് വെച്ച്
ഈ മനുഷ്യന് നേരെ തിരിഞ്ഞിട്ട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും, അയ്യോ മനുഷ്യ, വണ്ടി വന്ന് ഇതുക്കളെ ഒന്ന് കയറ്റി വിട്ടോട്ടെ എന്നിച്ചിരി ശബ്ദമുയർത്തി പറഞ്ഞു. സ്തോത്രം. എന്തായാലും വന്നില്ല, വണ്ടി വന്നു. സ്കൂൾ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും പൊതിച്ചോറുമെല്ലാം കൊടുത്ത് കയറ്റി വിട്ടു. വിട്ട് കഴിഞ്ഞ് അച്ചായ 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 എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അനക്കമില്ല. കതകിനൊന്ന് പുറത്തുനിന്ന് കൊട്ടി, അനക്കമില്ല. പെട്ടെന്ന് പുറകിലത്തെ വാതിലിൻ്റെ ഭാഗത്തൂടെ ഇറങ്ങിയിട്ട് ജനാലയിൽ കർട്ടനൊന്ന് മാറ്റി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. എന്തെന്നറിയാമോ? ഫാനയിൽ കായ്ച്ച് കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത്രയേ ഉള്ളൂ. കാരയിൽ കയറി ബ്ലേഡ് ഉടക്കിയപ്പോൾ കരഞ്ഞോണ്ട് അല്ലെങ്കിൽ ബഹളം വെച്ച് ചെന്നപ്പം സാരമില്ല എന്ന് പറഞ്ഞൊന്ന് തലോടിക്കൊടുത്തില്ല. മനസ്സിൻ്റെ കരുത്ത് ചോർന്നാൽ പലരും മരണം കൊതിക്കും. അത് നമ്മൾ കാണുമ്പോൾ പോഷത്വമാണെന്ന് തോന്നും. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണം, ഏലിയാവിനെ നോക്ക്. അദ്ദേഹത്തെ പോലെ കരുത്തൻ ആരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. മഴ വരുന്നു, പോയിക്കൊള്ളുക എന്ന് ആഹാബിനോട് പറയുന്ന ഈ ദൈവഭൃത്യൻ ഒരു മാരത്തേൺ ഓട്ടം തന്നെ സമ്മാനിച്ചുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, ഈജിപ്ഷ്യൻ പെൺകുതിരകളുടെ മുൻപിൽ പായാൻ ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ച ശാരീരിക കരുത്തിൻ്റെ തുടക്കം എവിടെയാണ്? ഞാനിന്ന് രാത്രി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. സ്തോത്രം. യാഗപീഠത്തിൽ പ്രാർത്ഥിച്ചങ്ങോട്ട് തീയിറക്കി കഴിഞ്ഞപ്പോൾ ബാലിൻ്റെയും അശേരയുടെയും അതേ ആ മന്ത്രവാദികളായ അവരുടെ മൂർത്തിഭാവങ്ങളെ ആരാധിക്കുന്നവരെ ഒരെണ്ണത്തെ വിടരുത് എന്ന് പറഞ്ഞ് കർമ്മശക്തിയോടുകൂടെ വാൾ ഊരി ഒരു യുദ്ധവീരനായി മാറി അവരെ മുഴുവൻ നുറുക്കിയ ഈ യുദ്ധവീരൻ അടുത്ത മിനിറ്റിൽ എവിടെയാ കിടക്കുന്നത്? ചൂരച്ചെടി തണലിൽ മരണം കൊതിക്കുകയാണ്. ഏലിയാവേ, നീ ഒന്ന് കണ്ണുയർത്തി നോയിക്കേ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഞാനിന്ന് രാത്രി ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, അസാധാരണമായി മനസ്സിൽ ആധിപത്യം പുലർത്തുന്ന ചില നിരാശയുടെ കടുങ്കട്ടുകൾ, പലപ്പോഴും മരണം പോലും കൊതിച്ചിട്ട് എൻ്റെ അധ്യായത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് തന്നിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ നിനക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു സാധാരണ വിളിയല്ല നിന്റെ മേൽ വ്യാപരിക്കുന്നത്, ഒരു അസാധാരണ വിളി നിന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നു. ഇവിടെ നീ തല താഴ്ത്തരുത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർണ്ണമാകുന്നത് വരെ ആ കരം ജീവന്റെ പുറകിൽ ഉയർന്നിരിക്കും. എന്തായിരിക്കും ഏലിയാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യതയുടെ പ്ലാൻ? ദൈവത്തിന് സ്തോത്രം. തിസ്ബിയയിലെ മലം ചരിവുകളിൽ പ്രാർത്ഥനാ നിരതനാകുന്ന ഏലിയാവ്, രാജകൊട്ടാരത്തിൽ മഹാരാജാവിന് നേരെ ദൂതറിയിക്കുന്ന ഏലിയാവ്, കെരീത്തിൽ കാക്കച്ചുണ്ടിൽ നിന്നും അനുഭവിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ കരങ്ങളാൽ അനുഗ്രഹിതനായ ഏലിയാവ്, അവസാനം രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഏലിയാവ്, അവസാനം അഗ്നി അശ്വരഥങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഏലിശ നോക്കി നിൽക്കെ അതിൽ കയറിയിരുന്ന പറുദീസയിലേക്ക് പറന്നു കയറുന്ന ഏലിയാവ്. കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ മനുഷ്യ മാംസത്തിൽ പറുദീസയിൽ കഴിയുന്ന ഏലിയാവ്, മർയൂപ് മലയിൽ യേശു വെളിപ്പെട്ടു വരുമ്പോൾ അവൻ്റെ മുൻപിൽ ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ പച്ച കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ദൈവപുത്രനോട് സംസാരിച്ച് ബലപ്പെടുത്തേണ്ട ഏലിയാവ്, വീണ്ടും പറുദീസയിലേക്ക് പോകേണ്ട ഏലിയാവ്, എതിർ ക്രിസ്തുവിൻ്റെ ഭീകര പീഡയുടെ ചോരച്ചെളിയിൽ ഒരു തലമുറ വിവരണമാകുമ്പോൾ സകല വെബ്സൈറ്റുകളും നോക്കി നിൽക്കേ, അതെ, എതിർ ക്രിസ്തുവിൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടിട്ടും പലസ്തീൻ്റെ തെരുവിൽ നിന്ന് കാലൂന്ന് എഴുന്നേറ്റ് പറുദീസയിലേക്ക് തിരികെ പോകേണ്ട ഏലിയാവ്, യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട നീയാണോ നാളെ തിന്ന് തീർക്കേണ്ട ഒരുത്തിയുടെ ഭീഷണിക്ക് മുൻപിൽ മരണം കൊതിക്കുന്നത്? ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്റെ ജീവന്റെ പുറകിൽ വ്യാപരിക്കുന്ന വിളി ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞെങ്കിൽ നീ തലകുനിച്ചിരിക്കില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയും, എൻ്റെ ജീവന്റെ പുറകിൽ ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ
കഴിയുമെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജ കൂടാതെ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറക്കുക. ഞാൻ ഇന്ന് രാത്രിയിൽ കാണുന്നു എൻ്റെ കർത്താവിൻ്റെ കരം ഇതിനകത്ത് ചില വ്യക്തികളെ തൊടുകയാണ്. ചില ഹാലൂസിനേഷന്റെ വ്യാപാരം പോലെ, ചില ഡിപ്രഷന്റെ സ്പിരിറ്റ് പോലെ, അർദ്ധരാത്രികൾ പോലും ഉറക്കത്തിന്റെ ബന്ധനങ്ങളിട്ട് മനസ്സിനെ വല്ലാതെ തളർത്തി ജീവിതം ഒരു പരാജയമെന്ന് വരുത്തത്തക്ക വിധം കാതിൽ മന്ത്രിച്ച് നിരാശയുടെ നീർച്ചുഴിയിലേക്ക് നിന്നെ വലിച്ചിഴയ്ക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാഥന്റെ കരം ഇറങ്ങി വന്ന് ഒരു അസാധാരണ വിടുതലിലേക്ക് ഈ മീറ്റിങ്ങിനകത്ത് ദൈവാത്മാവ് നയിക്കുകയും ചില വ്യക്തികളുടെ മേൽ കർത്താവിന്റെ കരം വ്യാപരിച്ച് ഇതുവരെ ഇല്ലാത്തൊരു ആത്മബലത്താൽ സ്വർഗം നിന്നെ കരുത്തോടെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യാൻ ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. മനസ്സിന്റെ മണ്ഡലത്തിന്മേൽ ഒരു അസാധാരണ ദൈവിക വിടുതൽ വ്യാപരിക്കുന്നു. ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ശബ്ദം ഉയരട്ടെ ദൈവസന്നിധിയിൽ. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവദാസ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന സഹോദരി, അനുഭവിക്കുന്ന വിജയത്തിന്റെ പുറകിൽ മാത്രമല്ല, അനുഭവിക്കുന്ന പരാജയത്തിന്റെ പുറകിലും എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന നീ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവന്റെ പുറകിൽ, കർത്തന്റെ പുറകിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം അധ്യായം മാറ്റാൻ തുടങ്ങുന്നു. ആ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളെ ദൈവാത്മാവ് തൊടുകയാണ്. നീ വെറുതെ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകില്ല. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇയ്യോബിന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, യേശുവിന്റെ ക്രൂശിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന തിന്മയുടെ പുറകിലും നിനക്ക് നന്മയ്ക്കായി ഒരു കരം ചലിക്കുന്നുണ്ട്. ഇന്നത് തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ നീ വിളിച്ചു പറയും സംഭവിക്കണമെന്ന്. എൻ്റെ ദൈവത്തിന്റെ കൈയും അവിടുത്തെ ആലോചനയും മുൻനിർണയിച്ചതാണിത്. ഗ്ലോറി, ഗ്ലോറി. ശബ്ദമുയരട്ടെ, ശബ്ദമുയർത്തി എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. പരിശുദ്ധാത്മാവിന്ന് രാത്രി നിങ്ങളോട് ഇടപെടുന്ന ദൈവാലോചനയ്ക്ക് മുൻപിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ ശരീരത്തിന്മേൽ ഞാൻ അനുഭവിക്കുന്ന ബലഹീനതയുടെ മേൽ എൻ്റെ നാഥൻ്റെ കരം ഉയരണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. രക്തത്തിൻ്റെ ശക്തി ഇവിടെ ബലത്തോടെ വ്യാപരിക്കുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, എന്താണ് ഈ അഭിഷിക്തന്മാർ വിളിച്ചു പറഞ്ഞത്? യെരുശലേമിൽ സംഭവിച്ചത് ആക്സിഡന്റ് അല്ല. എൻ്റെ കർത്താവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ പുറകിൽ ഉയർന്നത് മനുഷ്യൻ്റെ കരമല്ല. ക്രൂശിൻ്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറി ക്രൂശിലേക്ക് എൻ്റെ നാഥൻ ഭാരമേറിയ മരക്കുരിശും എടുത്ത് വീണും എഴുന്നേറ്റും നടന്നു നീങ്ങുമ്പോൾ, ഗോൽഗോത്തയുടെ ഉച്ചിയിൽ കാൽവറിയിൽ അക്രാനിയോനിൽ എത്തിക്കഴിഞ്ഞ ക്രൂശീകരണ രംഗത്ത് മലർത്തിയിട്ട ക്രൂശിൻ്റെ പുറത്തേക്ക് കൈകാലുകൾ ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് റോമൻ പടയാളികൾ ആണി അടിച്ചിറക്കുമ്പോൾ, സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി ശരീരത്തിൽ തുളഞ്ഞിറങ്ങുന്ന സമയം, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ പ്രാണവേദന അനുഭവിക്കുമ്പോൾ ആ ക്രൂശ് ഉയർത്തി ആ പാറ ഇടുക്കിൽ ഇടിച്ചിരുത്തിയപ്പോൾ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന് പറയുന്ന പ്രവാചക ശബ്ദം പോലെ കാൽവറി ക്രൂശിൽ എൻ്റെ നാഥൻ പിടഞ്ഞു മരിക്കുമ്പോൾ
വരുമ്പോൾ ആ മരണം പൈശാചിക ശക്തികളുടെ വിജയമല്ല, എൻ്റെ ദൈവത്തിന്റെ നിർണയത്തിന്റെ നിവർത്തിയാണെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തെ അടക്കി വാഴുന്ന പൈശാചിക ബന്ധനങ്ങളെ വെട്ടിമാറ്റിയിട്ട് നിന്നെ നിത്യതയിലേക്കുള്ള പാതൽ തുറക്കത്തക്ക വിധം ആ ക്രൂശ് മരണത്തിന്റെ പുറകിൽ നിനക്കായി വ്യാപരിച്ച ദൈവശക്തി ഈ രാത്രി ബലത്തോടെ അനുഭവിക്കുന്ന യുവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ ശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ഞാൻ ഇങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിഭീകര ശോധനയ്ക്ക് നടുവിൽ ആ ഭക്തന്മാർ പ്രാർത്ഥിക്കുകയാണ്, സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ദിവ്യാലോചനയും മുൻനിർണയിച്ചതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഈ ദൂത് സംസാരിക്കുമ്പോൾ 1 മിനിറ്റ് ഒന്ന് കണ്ണ് തുറക്കണേ. ദൈവത്തിന് സ്തോത്രം. കണ്ണ് തുറന്ന് കേൾക്കണം. ഗായക സംഘം സ്റ്റേജിലേക്ക് പ്ലീസ് ഒന്ന് വരണം. ദൈവത്തിന് സ്തോത്രം. കെന്നഡിയുടെ സ്പേസ് പദ്ധതികളുടെ ഭാഗമായി ഒരധ്യാപകനെ കൂടെ സ്പേസിലേക്ക് വിടത്തക്ക വിധം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത സമയത്ത് ഒരു സ്നേഹിതൻ അവസാനത്തെ റൗണ്ടിൽ അതിന് വിജയിച്ച് ലാസ്റ്റ് ടൈമിലെത്തിയപ്പോൾ തൻ്റെ സ്ഥാനത്ത് ഒരു സ്കൂൾ അധ്യാപിക ആ സ്ഥാനം ഓക്യുപ്പൈ ചെയ്ത് ഇത്രയും ദിവസങ്ങളിലെ അധ്വാനം മുഴുവൻ തകർന്നല്ലോ എന്നോർത്ത് അവസാനമായി ഈ സ്പേസ് സംവിധാനം പറന്ന് കയറുന്ന ആ രംഗം സ്വന്തം പിതാവിനോടൊപ്പം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടി വിയിൽ അമേരിക്കയിലെ ആ സ്പേസ് ആ പ്രത്യേക ലോഞ്ചിങ് പാർട്ടിൽ നിന്നും ആ വിമാനം ആ പ്രത്യേക ബഹിരാകാശ പേടകം കത്തി ഉയരുന്നത് കാണുമ്പോൾ താൻ അധ്വാനിച്ചും ആഗ്രഹിച്ചും പരിശ്രമിച്ചും അവസാന റൗണ്ടിലെത്തിയിട്ട് തള്ളപ്പെട്ടല്ലോ എന്നോർത്ത് വിങ്ങിക്കരഞ്ഞുകൊണ്ട് അപ്പൻ്റെ അടുക്കലിരുന്ന് ഈ സ്ക്രീനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നൊരു കാഴ്ച, ഒരു പൂത്തിരി കത്തുന്നത് പോലെ മുകളിലോട്ട് ഉയർന്ന ഈ പേടകം പൊട്ടിത്തെറിച്ച് താഴേക്ക് ചിതറി വീഴുന്ന സമയം ആ അപ്പൻ അടുത്തിരുന്ന് ഈ മകൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അതോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. മോനെ, വിജയത്തിൻ്റെ പുറകിൽ മാത്രമല്ല, നീ അനുഭവിച്ച അവഗണനയുടെയും പരാജയത്തിൻ്റെയും പുറകിലും നിന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ കുടിച്ച വീഞ്ഞിനേക്കാൾ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ പ്രതിഫലം. ദൈവത്തിൻ്റെ ദാസൻ ദാവീദ് പറഞ്ഞ വാക്കുകൾ, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിന് സ്തോത്രം, മോശ പറഞ്ഞ വാക്കുകൾ, എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ദൈവഭക്തൻ ഇരമ്യാവ് പറഞ്ഞ വാക്കുകൾ, കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? നമ്മുടെ രക്ഷകൻ പറഞ്ഞ വാക്കുകൾ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ധന്യനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ, എല്ലാവരും എന്നെ കൈവിട്ടു, എങ്കിലും കർത്താവ് എനിക്ക് തുണ നിന്നു. അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നു. അവസാനത്തെ അധ്യായത്തിൽ വരുമ്പോൾ അത് തിന്മയല്ല, അത് നന്മയാകും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം. എൻ്റെ ജീവിതത്തിന്റെ പുറകിൽ, തിരശീലയ്ക്ക് പുറകിൽ ഒരു കരം ചലിക്കുന്നു.